വൈകിട്ടത്തെ ചായക്ക് നമ്മുടെ വീട്ടിലെ നിത്യമുള്ള കുറഞ്ഞ ചേരുവ കൊണ്ട് ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചായപലഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു ചായപലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ച് ഇതിലേക്ക് 2 കപ്പ് അളവില് ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ 1 കപ്പ് അളവില് നാളികേരം തിരുമ്മിയതും ആവശ്യത്തിനുള്ള ഉപ്പും 4 സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവില് നെയ്യും കുറച്ച് ഏലക്കപ്പൊടിയും നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും അല്പം കട്ടിയായിട്ടാണ് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താല് പിന്നെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കണം. ഇനി 15 മിനിറ്റിന് ശേഷം മാവ് കയ്യിലെടുത്ത് ഉരുട്ടി എല്ലാം ഒരുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. മുഴുവനും ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് അയൺ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ബോളും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. താഴെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറുഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് ഈ പലഹാരം മുരിയിച്ചെടുക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതും നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് കഴിക്കാനായിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആണ്. ഇനിയിപ്പോ വൈകിട്ടത്തെ ചായക്ക് എന്തുണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്ന കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനിയിപ്പോ പലഹാരം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കരുത്.